ഇലക്ഷൻ പൂരത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ ഇലക്ഷൻ പൂരം അതിന്റെ ഉച്ചസ്ഥായിലുള്ള 2 മണ്ഡലങ്ങൾ പറയുകയാണെങ്കിൽ അതിലൊന്ന് തിരുവനന്തപുരം വരും അല്ലേ, പിന്നെ ഉള്ളത് തൃശ്ശൂരാണ്, പിന്നെ വടകരയും വേണമെങ്കിൽ പറയാം. പക്ഷേ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവിടെ BJPക്ക് ഏറ്റവും സ്കോപ്പുള്ള ഒരു മണ്ഡലമായിട്ട് തൃശ്ശൂർ പോലെ തന്നെ, തൃശ്ശൂരിനേക്കാൾ തിരുവനന്തപുരമാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും പന്നിൻ രവീന്ദ്രനും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവസാന ഈ 4 ദിവസവും പ്രചാരണം പൊടിപാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് BJPയുടെ ഇത്തവണത്തെ ഫോക്കസ് മുഴുവൻ തൃശ്ശൂർ എന്നാണ് കരുതപ്പെട്ടത്. പക്ഷേ അതിൽ നിന്ന് മാറുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്ന് പ്രചരണ രംഗത്ത് ആ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. തിരുവനന്തപുരം അങ്ങേയറ്റം ത്രികോണ പോരാട്ടത്തിൽ തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഇലമെന്റിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ വിട്ടുമാറുന്നില്ല. കാരണം അദ്ദേഹം ഈ ഡെവലപ്മെന്റ് അല്ലെ, വികസനം എന്നുള്ള കാര്യത്തിൽ ഊന്നി നിൽക്കുകയാണ്. പൊളിറ്റിക്സ് അത്ര കണ്ട് അദ്ദേഹം പറയുന്നുമില്ല. അത് എത്രമാത്രം അദ്ദേഹത്തിന് ഗുണകരമാകും, പ്രത്യേകിച്ച് ഈ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങൾ കൂടുതലുള്ള തിരുവനന്തപുരം. അതെ, എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ശശി തരൂർ തുടർച്ചയായി വിജയിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം BJP കണ്ടെത്തുന്നത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ഒരു പൊതുവായ ശൈലിയുമാവാം. അതിനെ ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരാൾ വേണമെന്ന ആലോചനയിലാവാം രാജീവ് ചന്ദ്രശേഖറെ തന്നെ അവിടെ അദ്ദേഹത്തിന് ഈ ശശി തരൂർ ജയിച്ചുകൊണ്ടിരിക്കുന്ന UDFന്റെ ബേസ് വോട്ടുകൾക്കും അപ്പുറമുള്ള വോട്ടുകൾ കൊണ്ടാണ് അല്ലേ. അതിൽ ഈ 2014 അതിലൊരു വിള്ളൽ വീഴുമോ എന്നുള്ളൊരു തോന്നൽ രാജഗോപാൽ മത്സരിച്ച സമയത്ത് ഉണ്ടായത്. അപ്പോൾ ആ ബേസ് വോട്ടുകളിൽക്കും അപ്പുറമുള്ള വോട്ടുകൾ അത് കണ്ടെത്തി അവിടെ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലേ, വികസനം പോലെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. പിന്നെ ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പ്രസ്താവന കണ്ടു. അതിനകത്ത് പറയുന്നത് ജൂൺ 5 ഞാൻ കേന്ദ്രമന്ത്രിയാവുമ്പോൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള വാഗ്ദാനങ്ങളാണ്. അപ്പോൾ വികസനം മുന്നോട്ട് വെക്കുന്നതിന്റെ അതിന്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം വികസനം എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളെ സ്വാധീനിക്കാൻ ഈ സ്ഥാനാർത്ഥികൾ നടത്തുന്ന സജീവമായ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ BJPയുടെയും UDFന്റെയും ശശി തരൂരിൻ്റെയും സ്വഭാവം, ആ കാൻഡിഡേറ്റുകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. പക്ഷേ ലെഫ്റ്റ് ക്യാൻഡിലേക്ക് വരുമ്പോൾ പന്നിൻ രവീന്ദ്രനാണ്. അദ്ദേഹം പരമ്പരാഗത രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ 2-3 തരത്തിലുള്ള മുഖങ്ങളും തിരുവനന്തപുരത്ത് പറഞ്ഞ പന്നിൻ രവീന്ദ്രനോട് ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ അദ്ദേഹമാണോ വേണ്ടത്, തരൂരാണോ രാജീവാണോ എന്നുള്ളൊരു ചോദ്യം വരികയും ചെയ്യും. അതായത് ഈ എന്താ പറയുക, ഈ മിഠായി പോലെയുള്ള 3 കാൻഡിഡേറ്റ്സിനെയാണ് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്തിന്. ആരെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് സംശയം. അവിടെ ആരാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റൽ ബെൽറ്റ് അല്ലേ, ഇപ്പോഴും ഒരു ആശങ്ക മുന്നണികൾക്കുണ്ടാക്കുന്നത് കോസ്റ്റൽ ബെൽറ്റാണ്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്ന് റോഡ് ഷോ നടത്തിയതോടുകൂടി ഇപ്പോൾ മുൻ അനുഭവം ഉള്ളതാണല്ലോ, ഇപ്പോൾ ഈ ശശി തരൂരിന് പ്രശ്നമാണ് എന്ന് തോന്നിച്ച 2 തവണയും അവസാനം AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കൂടി ശശി തരൂരിനൊപ്പം വന്ന് റോഡ് ഷോ നടത്തിയതോടുകൂടി അവിടെ വലിയൊരു തരംഗം ഉണ്ടാവുകയാണ് ചെയ്തത്. ആദ്യത്തവണ പ്രിയങ്ക വന്നതിലൂടെ പറ്റുമോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനവിധിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തീരദേശമാണ്. കാരണം ഇത്രയധികം തീരദേശ വോട്ടുകൾ സ്വാധീനിക്കപ്പെടുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലം കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയും ശശി തരൂരിന്റെ ഇന്നും സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വന്നിട്ടുണ്ട് അല്ലേ. അതെ, ഇന്നും വന്നിട്ടുണ്ട്. ഓരോ ദിവസവും അവർ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ അജണ്ട എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു തരൂർ ഉൾനാട്, ഈ അമ്പൂരി പോലെയുള്ള മേഖലകളിലേക്ക് ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിരിക്കുകയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നഗരത്തിന് തൊട്ടടുത്ത് തന്നെ അദ്ദേഹം കൂടുതലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കോസ്റ്റൽ ബെൽറ്റിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളെ കാണുന്നത്, ഇതുവരെയുള്ള സാഹചര്യങ്ങളിലെ അവരുടെ പ്രതീക്ഷകൾ വേഗത്തിൽ അതുകൂടി ഒന്ന് പരിശോധിക്കും. ഇതാണ് കാര്യം. ഇതാണ് എൻ്റെ 5 കൊല്ലം ഞാൻ ചെയ്യാൻ പോകുന്ന സാധനങ്ങളുടെ എല്ലാ ഒരു ലിസ്റ്റ്. ഇത് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഇത് മോദിജിയുടെ ഒരു ഗ്യാരണ്ടിയും രാജീവിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് ഇതാണ് കാര്യം ആണ് ഇന്നലെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ 7 അസംബ്ലി സെഗ്മെൻറ്റ്സിലും എന്താണ് നടക്കാൻ പോകുന്നത്, നമ്മൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ പുരോഗതിയും വികസനത്തെ പറ്റി പറയുമ്പോൾ എന്താണ് ആ പുരോഗതി, എന്താണ് ആ വികസനം, അതിനെ ഒരു ഒരു ആംബിഗ്വസ് അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ഈ ഡോക്യുമെൻ്റ് ഞാൻ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ജനങ്ങൾ വായിക്കുക, എന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏപ്രിൽ 26 എന്നെ എലക്ട് ചെയ്യുക എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരോടും. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. അയാൾ ഒരുപാട് അറിവുള്ള ആൾ, ഒരു വലിയ ചിന്തകൻ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആൾ, വലിയ ഒരു ജ്ഞാനിയായൊരു മനുഷ്യൻ. അയാളൊരു സാധാരണ മനുഷ്യന് പോലും അറിയാത്ത മാതിരി അയാൾ സംസാരിച്ച്. ഒരു സാധാരണ മനുഷ്യനറിയാം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ
വോട്ടവകാശമുള്ളവർക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. ആ മത്സരിക്കുന്ന ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. ആരാണ് നമ്മളെ പ്രതിനിധി എന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പേ മത്സരിക്കുന്ന ഒരാൾ പറയാണ് അദ്ദേഹം എന്തിനാണ് മത്സരിക്കുന്ന, പന്നീനെന്തിനാണ് മത്സരിക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രാഥമിക മനുഷ്യനുള്ള ജ്ഞാനം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് പിന്നിൽ എനിക്ക് തോന്നുന്നത് ഒരഹങ്കാരത്തിൻ്റെ ധ്വനി കൂടിയുണ്ട്. അത് നല്ലതല്ല. അഹങ്കാരത്തിൻ്റെ ധ്വനി നല്ലതല്ല. അത് എനിക്കെതിരായിട്ടല്ല, ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ വോട്ടർമാരോടുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ് അത്. ഞാനുള്ളപ്പോൾ പിന്നെ വേറൊരാളെന്തിനാ എന്നൊരു ഭാവം. ആ ഭാവം രാഷ്ട്രീയത്തിൽ തീരെ ആളുകൾ അംഗീകരിക്കില്ല, ജനം അംഗീകരിക്കില്ല. ഇത് ചിന്തകനാന്നുള്ളതുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് വന്നുപോയോ എന്നെനിക്കറിയില്ല. എന്തായാലും അത് അപക്വമായിപ്പോയി എന്ന് ഞാനിപ്പോൾ പറയുന്നു. പന്നിൻ രവീന്ദ്രൻ പറയുന്നത് ശശി തരൂർ അദ്ദേഹത്തെക്കുറിച്ച് അല്ലേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് പന്നിന് എന്താണ് ഇവിടെ കാര്യം എന്നുള്ള ഒരു പ്രസ്താവന ശശി തരൂർ നടത്തിയിരുന്നു. അത് വിഷമിപ്പിച്ചിട്ടുണ്ട് പന്നിൻ രവീന്ദ്രനെ. പക്ഷേ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ UDF-ഉം BJP-യും LDF-ഉം തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ LDF പിന്നിലാണ് എന്നുള്ളത് തന്നെയല്ലേ കഴിഞ്ഞ തവണത്തെ പോലെ? അത് കാരണം മറ്റു രണ്ടു പേരുടെയും ഒരു അവർ പറയുന്ന രാഷ്ട്രീയത്തിനൊപ്പം LDF കാൻഡിഡേറ്റ് എത്തുന്നില്ല എന്നൊരു പൊതു സാഹചര്യമുണ്ട്. പക്ഷേ മഞ്ജുഷ ഇതിനിടയിലും പറഞ്ഞു വെക്കുന്ന കാര്യം രണ്ട് സമ്പന്ന കാൻഡിഡേറ്റുകൾക്കിടയിൽ ദുർബല ഒരു കാൻഡിഡേറ്റ് വന്നാൽ കയറി പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പന്നിൻ രവീന്ദ്രൻ ഒരിക്കലും മോശക്കാരനായ മനുഷ്യനല്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ UDF-ഉം BJP-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. അവിടെ BJP ജയിക്കാൻ പോകുന്നു എന്നൊരു ട്രെൻഡ് വരുമ്പോൾ അവിടെ മുൻ വർഷങ്ങളെ പോലെ തന്നെ LDF-ന്റെ വോട്ടുകൾ മറിയുമോ എന്നുള്ള കാര്യം കൂടിയുണ്ട് അല്ലേ? ശരി, നമുക്ക് വിനോദ് ചേരുന്നുണ്ട്. വിനോദിനൊപ്പം ചോദിക്കാം. അത് ഒരു കാര്യം കൂടി, പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഇന്നത്തെ പുസ്തകം കണ്ടില്ലേ? അതെ, ഇനി കാര്യം നടക്കുമെന്നുള്ളതിൽ തുടക്കം അങ്ങനെയാണല്ലോ, ഇനി കാര്യം നടക്കുമെന്നുള്ളതാണ്. ഇതാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുസ്തകം അദ്ദേഹം ഇറക്കുകയാണ് അല്ലേ? അപ്പോൾ വികസനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ആ വികസനം എന്നുള്ള കാര്യത്തിൽ ഊന്നി നിൽക്കുകയാണ്. വിനോദുണ്ട് കൂടുതൽ വിവരങ്ങൾ. യെസ്, വിനോദ് ചേരുന്നു. വിനോദ് സ്വാഗതം. വിനോദ്, ഈ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് കരുതി വച്ചിരിക്കുകയായിരുന്നു തിരുവനന്തപുരം. കാരണം അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയായിരുന്നു അതിൻ്റെ കാരണം. ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങളും അടിയൊഴുക്കുകൾക്കും സാധ്യതയുണ്ട്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ BJP ജയിക്കുമെന്നൊരു തോന്നലിനൊടുവിൽ ചില ഒത്തുതീർപ്പുകൾക്ക്, ചില ചരടുവലികൾക്ക് തയ്യാറായേക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം പോലും തിരുവനന്തപുരത്തുണ്ട് എന്ന് പോലും ഇങ്ങനെ ആശങ്ക ഉയരപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് പൊതുവിൽ വികസനമാണ് എല്ലാവരുടെയും അജണ്ട. അതിൽ UDF-ൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം എങ്ങനെയാണ് ഈ വികസന അജണ്ടയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തോട് വോട്ടർമാരുടെ ഇതുവരെയുള്ള ഒരു പൊതു പൾസ് എങ്ങനെയാണ് വിനോദ്? മഞ്ജുഷ, സൈത്ത്, നമുക്ക് ആദ്യം ഇടതുപക്ഷത്തു നിന്ന് തന്നെ തുടങ്ങാം. കാരണം പന്നിൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് ഇടതുമുന്നണി പോകുന്ന സാഹചര്യമായിരുന്നു. അത് നമ്മൾ കാണണം. അതായത് തിരുവനന്തപുരത്ത് CPI-യുടെ പ്രതിനിധികൾ ജയിച്ച് MP-മാരായി പോയിട്ടുള്ള ഒരു നാടാണ്. പന്നിൻ രവീന്ദ്രൻ നേരത്തെ പാർലമെൻറ്റിലേക്ക് പോയിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഭാസം കാണുന്നത്. 3-ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി തുടർച്ചയായി പിന്നോട്ട് പോകുന്ന സാഹചര്യം. 2 തിരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിന് 1 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം. 2014 അദ്ദേഹം വലിയ പരീക്ഷണം നേരിട്ടത്. ഏതാണ്ട് 15,000 വോട്ടിനാണ് ജയിക്കുന്നത്. ആ സാഹചര്യമൊക്കെയും നിൽക്കുമ്പോഴാണ് നമ്മൾ ക്രോസ് വോട്ടിനെക്കുറിച്ചും ഇടതുപക്ഷത്തിൻ്റെ സാധ്യതയെക്കുറിച്ചും നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ CPI നേരിടുന്ന പ്രതിസന്ധി, അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിടുന്ന പ്രതിസന്ധി, കേൾക്കുന്ന ആരോപണം, അത് ക്രോസ് വോട്ടിൻ്റെ ആരോപണമാണ്. എല്ലാ കാലത്തും BJP-ക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഈ വോട്ട് പൂർണ്ണമായും സാധ്യതയുള്ള വോട്ടുകൾ, ഇടതുപക്ഷത്തിന് വരേണ്ട വോട്ടുകൾ, ഇത് വലിയ തോതിൽ UDF-ലേക്ക് പോകുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ ഇടത് ചിന്താഗതിയുള്ളവർ വോട്ട് ചെയ്യുന്ന ഒരു വലിയ സാഹചര്യം. ബെനറ്റ് എബ്രഹാമിൻ്റെ സ്ഥാനാർത്ഥിത്വം അറിയാം. പാർട്ടിക്ക് പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നു. അവിടെ ബെനറ്റ് തോൽക്കുന്നു എന്ന് മാത്രമല്ല, 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, വലിയ തോതിൽ കോഴ ആരോപണം, CPI-യെ തന്നെ പിടിച്ച് കുലുക്കിയ നിലയിലേക്ക് ആ ആരോപണം വരികയാണ്. അന്ന് ഈ ആരോപണ സ്ഥാനത്തേക്കൊക്കെ വന്ന C. ദിവാകരനെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറക്കുന്നത്. അവിടെയും വലിയ പരാജയം. 3-ാം സ്ഥാനത്തേക്ക് CPI പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതുതന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ CPI സ്ഥാനാർത്ഥിയുടെ റോൾ എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ എന്തായിരിക്കും? ഈ വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകമായി
ഈ ഇടതുപക്ഷത്തെ വോട്ടുകൾ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി വലിയ വിജയം, ഈ രണ്ട് സൈത്ത് പറഞ്ഞതുപോലെ രണ്ട് പളവളപ്പുള്ള സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണവും ആ നിലയിൽ തിളങ്ങി നിൽക്കുമ്പോൾ അതിനിടയിലൂടെ പന്യൻ വിജയം വരിക്കുമോ? ഇതാണ് CPIയെ കുറിച്ചുള്ള ഒരു ചോദ്യവും അവർ ഇപ്പോൾ കടന്നു പോകുന്നൊരവസ്ഥയും. ഇതങ്ങനെയല്ല, വോട്ട് ഷെയറിൽ കുറവുണ്ടാവുകയാണെങ്കിൽ ഇടതുപക്ഷം CPI അത് വലിയ തോതിൽ ആരോപണവും ആക്ഷേപവും നേരിടേണ്ടി വരും എന്ന് നമുക്ക് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാം. മറ്റൊന്ന്, 2014 ഒരു സാഹചര്യമാണ്. ഇത്ര നാളത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, 2014 റിസൾട്ട് നമുക്ക് അറിയാവുന്നതാണ്. ശശി തരൂർ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ 2009 അദ്ദേഹം 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം, അത് കഴിഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ, സുനന്ദ പുഷ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ആരോപണങ്ങൾ, മഹർത്തറാർ, അങ്ങനെ പല പേരുകൾ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ, ക്രിക്കറ്റ് മായി ബന്ധപ്പെട്ട അതിൻ്റെ ഷെയർ ഓഹരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ. ഒരുപക്ഷെ തരൂരിൻ്റെ ഈ 3 തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വ്യക്തിപരമായി അദ്ദേഹം നേരിടേണ്ടി വന്നത് 2014 തിരഞ്ഞെടുപ്പ് ആ സമയത്താണ്. പക്ഷേ അപ്പോഴും 15,000 വോട്ടിന് ശശി തരൂർ വിജയിച്ചു. അത് തന്നെയാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസമായി ഇപ്പോഴും അവർ കാണുന്നത്. പക്ഷേ വിനോദ്, മറ്റൊരു കാര്യം, ഈ 2014 ഇങ്ങനെ 15,000 വോട്ടുകളുടെ കഷ്ടിച്ചൊരു ജയം ശശി തരൂർ നേടി. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഒരു സാഹചര്യം അത് BJPക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം അന്നത്തെ സാഹചര്യം ആവർത്തിക്കരുത്. അതിന് 2 മണ്ഡലങ്ങൾ, നെയ്യാറ്റിൻകരയും പാറശാലയും അല്ലേ, പിന്നെ കോവളവും, ഈ മണ്ഡലങ്ങളിൽ അന്നത്തേക്കാൾ വോട്ട് വേണം. അന്ന് 3ാം സ്ഥാനത്തേക്ക് പോവുകയായിരുന്നല്ലോ ഈ 3 മണ്ഡലങ്ങളിലും. ബാക്കി 4 മണ്ഡലങ്ങൾ, അതായത് ഒരു സ്ഥാനാർത്ഥി 4 മണ്ഡലങ്ങളിൽ, കൂടുതൽ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടും തോൽക്കുന്നു എന്നുള്ള ഒരു പ്രതിഭാസമാണ് 2014 BJPക്ക് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. അത് ആവർത്തിക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ തുടക്കം മുതൽ തന്നെ കാണുകയുണ്ടായില്ലേ? ഇപ്പോൾ ഇന്നും രാജീവ് ചന്ദ്രശേഖർ കോസ്റ്റൽ ബെൽറ്റിലാണ് വോട്ട് ചോദിക്കുന്നത്. അവിടെയാണ് ഇതാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വികസന രേഖ പുറത്തുവിടുന്നത്. ജൂൺ 5-ന് മന്ത്രിയായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ ഈ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ 2014 ആവർത്തിക്കരുത് എന്നുള്ളൊരു ദൃഢനിശ്ചയം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ, അല്ലേ? അതിപ്പോഴും പ്രകടമാണല്ലോ. തീർച്ചയായും അതിലേക്കാണ് മഞ്ജുഷ ഞാൻ എത്തുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ആദ്യത്തെ ഒരു പ്രതികരണം അപരിചിതനായ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. പക്ഷേ അവിടെ മുതൽ ഈ നിമിഷം വരെ, ഇന്നത്തെ പ്രചരണം തുടരുന്ന നിമിഷം വരെ നമ്മൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നടപടികൾ, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം പരിശോധിച്ചാൽ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും എത്തുന്നത്. 1 തവണയല്ല, 2 തവണയല്ല, അതിൽ കൂടുതൽ തവണ ഒരു സ്ഥലത്ത് തന്നെ എത്താനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു. ഒരു സ്ഥലത്ത് വന്നു പോവുകയല്ല, അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അറിയുകയും രണ്ടാമത്തെ വരവിൽ അതിനുള്ള പരിഹാരം അവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ അവരോട് വിവരിക്കുന്ന രീതിയിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി വോട്ടർമാരോട് പറഞ്ഞ് അത് തനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തി ആ നിലയ്ക്ക് വോട്ടർമാരെ സമീപിക്കുന്നു. മാത്രവുമല്ല, മഞ്ജുഷ പറഞ്ഞതുപോലെ 2014 3 മണ്ഡലങ്ങളുടെ ബലത്തിലായിരുന്നു UDF വിജയിച്ചത്. അത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം. രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങിയപ്പോൾ ആദ്യം പോകുന്നത് പൊഴിയൂരേക്കാണ്. അതായത് തീരദേശ മണ്ഡലത്തിലേക്കാണ്. ഈ 3 മണ്ഡലങ്ങളിലും ഉൾപ്പെടുന്ന തീരദേശ മേഖലകളിലേക്കാണ്. അവിടെ കുമ്മനം രാജശേഖരന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1 വോട്ട് പോലും കിട്ടാതിരുന്ന ബൂത്തുകളുണ്ട്. അതായത് തീരദേശത്ത് 1 വോട്ട് പോലും കിട്ടാതിരുന്ന ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിലേക്കാണ് ആദ്യം രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. അവിടെയാണ് ആ തിരഞ്ഞെടുപ്പ് നീക്കം അത് വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടി വരുന്നത്. അതായത് ശക്തി ദുർഗങ്ങളിലല്ല അദ്ദേഹം പോയത്, തീർത്തും തനിക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ വോട്ടർമാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും പുലിമുട്ട്, ഒരു ഉദാഹരണം നമ്മൾ പറയുന്നത്, ഒരു വലിയ മാപ്പുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പൊഴിയൂരിലെത്തുന്നത്. അവിടെ തൊട്ടടുത്ത് തമിഴ്നാടുമായി ചേർന്ന പ്രദേശമാണ്. തമിഴ്നാട് സർക്കാർ പുലിമുട്ട് ഇട്ടിരിക്കുന്ന പ്രദേശം, അതിൻ്റെ ആകാശ ദൃശ്യമാണ്. തൊട്ടടുത്ത് തന്നെ പൊഴിയൂരിൽ അങ്ങനെ പുലിമുട്ടുകളില്ല. അവിടെ കടൽക്ഷോഭമാണ്. വീടുകൾ ആദ്യം റോഡ് തകർന്നു പോകുന്നു, അതിനുശേഷം അതിനടുത്തുള്ള വീടുകൾ തകർന്നു പോകുന്നു, പിന്നെയും വീടുകൾ തകർന്നു പോകും എന്ന ആശങ്കയിൽ കഴിയുന്ന ജനങ്ങൾ. അവർക്ക് കൃത്യമായി ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ അത് വാഗ്ദാനം നൽകി പോകുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യും. എന്താണ് അവിടെ ചെയ്യേണ്ടത്? അവിടെ ഹാർബർ നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത, പൂവാറിൽ ആ തരത്തിൽ ഹാർബർ നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത,
വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ പഠിപ്പിക്കുകയും മറ്റു വിദ്യാർത്ഥികൾക്കുമെല്ലാം പ്രവേശനം കിട്ടുന്ന തരത്തിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം, അത് ബൃഹത് പദ്ധതിയാണ്. ആ നിലയ്ക്ക് ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ആ അഞ്ചുതെങ്ങ് വരെ അല്ലെങ്കിൽ ആ ഭാഗം വരെ ചിറയൻകീഴ്, മുതലപ്പൊഴി തുടങ്ങി നമ്മൾ പറയുന്ന ആ മേഖലകൾ, ആറ്റിങ്ങൽ മണ്ഡലത്തിന് തൊട്ടടുത്ത് വരെ വരുന്ന തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തീരദേശ ഗ്രാമങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളുണ്ട്. അവിടുത്തെ ഇടവക വികാരിമാരെ കാണുന്നു, അവിടുത്തെ വോട്ടർമാരെ കാണുന്നു, അവരോട് കാര്യങ്ങൾ ശരിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ശ്രദ്ധാപൂർവം തന്നെ ഈ തിരുവനന്തപുരം മണ്ഡലത്തെ വീക്ഷിക്കുന്നവർ ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയി കാണുന്നത്. പക്ഷേ അത് വോട്ടാകുമോ എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഇത് പരമ്പരാഗതമായിട്ട് UDF കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ? പിന്നെ LDF കുറേയേറെ വോട്ടുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് BJP-യിലേക്ക് മറിയുമോ എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. BJP-യുമായുള്ള ഒരു വിടവ് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. അതൊരു സംശയമായി തന്നെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും തിരുവനന്തപുരം കൂടുതൽ വിശദമായി തന്നെ പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി. മറ്റു നിലയ്ക്ക് പറഞ്ഞു. ഇലക്ഷൻ പൂരം തുടരുകയാണ്. തിരുവനന്തപുരം മണ്ഡലമാണ് ഏറെ ശ്രദ്ധേയമായ തിരുവനന്തപുരം മണ്ഡലം. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലം BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാകുന്ന തിരുവനന്തപുരം മണ്ഡലം. ഇവിടെയാണ് വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്ന തിരുവനന്തപുരം. ഇപ്പോൾ നേരത്തെ ഈ വിശ്വപൗരൻ എന്നുള്ള ഇമേജിലാണ് ശശി തരൂർ ഇവിടെ അവതരിച്ചത്. അതേ ചോദ്യം തന്നെ ഇല്ലേ, അതേ കാര്യം തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിനും ഇല്ല, രാജീവ് ചന്ദ്രശേഖരൻ, അത് വികസന പൗരനോ അല്ലെ, അങ്ങനെ ചില പേരുകളൊക്കെ നൽകി വിളിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വപൗരനെ ഞങ്ങൾ സ്വീകരിച്ചതുപോലെ വികസന പൗരനെയും സ്വീകരിക്കുമെന്നുള്ള BJP-യുടെ മുദ്രാവാക്യം ഇല്ലേ. ഒട്ടേറെ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം കൂടിയുണ്ട്, ഈ പരസ്പരമുള്ള ഈ നേരിട്ടുള്ള വ്യക്തിപരമായ ആക്രമണം ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ കാശ് കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം രാജീവ് ചന്ദ്രശേഖരനെതിരെ ശശി തരൂർ ഉന്നയിച്ചിരുന്നു. ഇന്നും തരൂരിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് അല്ലേ. ഇതിനിടയിലാണ് പരമ്പരാഗത രാഷ്ട്രീയമാണ് ഇടതു സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിൽ ശരിയാണ്, ഇടതു സ്ഥാനാർത്ഥി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അതെ, അതുകൊണ്ട് വിനോദ്, ഈ പന്നിൻ്റെ സാധ്യതയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുകയാണ് ലെഫ്റ്റ് കാൻഡിഡേറ്റ്. CPI ആണ് മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ തിരുവനന്തപുരത്തെ തന്നെ മുൻ MP ആയ പന്ന്യൻ കളത്തിലിറങ്ങുമ്പോൾ വോട്ടർമാരെ എത്ര കണ്ട് സ്വാധീനിക്കാനാകുമെന്ന ചോദ്യമാണ്. ഇവിടെയാണ് മുമ്പ് നമ്മൾ പരാമർശിച്ചു പോയ 2 പ്രധാനപ്പെട്ട വികസന അജണ്ടകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വലിയ സ്ഥാനാർത്ഥികൾ 2 സൈഡിൽ നിൽക്കുമ്പോൾ ഇതിനിടയിൽ പരമ്പരാഗത ആശയങ്ങളും പതിവ് രാഷ്ട്രീയവും പറയുന്ന പന്ന്യൻ കടന്നു വരുന്നു. അവിടെ ഇടതുപക്ഷത്തിൻ്റെ LDF-ൻ്റെ സ്പേസ് എത്രമാത്രം എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയാണ് ഈ ഏറ്റുമുട്ടലിനിടയിൽ ഇടതുപക്ഷം ഉള്ളിലൂടെ കയറി വരുമോ എന്ന ചോദ്യം ഉയരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പൗരത്വ ബിൽ, അതുപോലെ മണിപ്പൂർ വിഷയം, ഈ 2 കാര്യങ്ങളുമാണ് UDF-ഉം LDF-ഉം ഒന്നാമതായി വയ്ക്കുന്നത്. അതായത് രാജ്യം അപകടത്തിലേക്ക് പോകുന്നു എന്ന ഒരു തോന്നൽ വോട്ടർമാർക്കിടയിൽ, ആ ഒരു വികാരം ഉണ്ടാക്കുക, BJP അപകടകാരിയാണ് എന്ന തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് BJP-യെ അകറ്റി നിർത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രം, അതിന് സ്വീകരിച്ചിട്ടുള്ള വിഷയം, ഈ 2 വിഷയവും LDF-ഉം UDF-ഉം ഒരുപോലെ ഏറ്റെടുത്തിരിക്കുന്നു. മറുവശത്ത് BJP ഇതിനെ ചെറുക്കുന്നത്, ഇതിൽ ഈ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. മറുവശത്ത് BJP ഇതിനെ ചെറുക്കുന്നത് CA പോലൊരു വിഷയം വരുമ്പോൾ അത് കേരളത്തിൽ ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അപേക്ഷ നൽകി നോർത്ത് ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനമായും വരിക. അക്കൗണ്ടബിലിറ്റി വേണം, രാജ്യത്തെ പൗരന്മാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം, കണക്ക് വേണം എന്ന കാര്യം പറയുന്നു. മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ, കേരളത്തിലെങ്കിലും ഒരു അപേക്ഷയെങ്കിലും ഈ നിയമവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു. മണിപ്പൂർ വിഷയത്തിൽ അവർ അത് 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് രാജഭരണകാലം മുതൽ, ഒരുപക്ഷെ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് തന്നെ അവിടെ വന്നിരുന്ന വിഷയങ്ങൾ, അതിനുശേഷം കാലാകാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചപ്പോഴും അവിടെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഒരു വിഷയമായി ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു വർഗീയ കലാപമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന ഒരു കലാപമോ അല്ല എന്ന പ്രതിരോധം ഈ വിഷയത്തെ അങ്ങനെ ചെറുക്കുന്നതിനൊപ്പം വികസന കാഴ്ചപ്പാട് കൂടി വയ്ക്കുന്നു. മഞ്ജുഷ് നേരത്തെ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകര, പാറശാല, കോവളം, ഇത് UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെയാണ് നെയ്യാറ്റിൻകരയിൽ എയിംസ് കൊണ്ടുവരുമെന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. 2014 നമുക്കറിയാം തരൂരിന് ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളാണ് നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു. പ്രധാനപ്പെട്ട കാര്യമാണ് എയിംസ് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപനം നടത്തി. അത് പക്ഷേ ഈ തീരദേശവാസികൾ എത്ര കണ്ട് കണക്കിലെടുക്കും എന്നുള്ള ഒരു പ്രശ്നം കൂടിയില്ലേ. അത് മാത്രം
മറ്റൊരു കാര്യം കൂടി തിരുവനന്തപുരം മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഈ ബാഴ്സലോണയാക്കി മാറ്റും തിരുവനന്തപുരത്തെ എന്നൊക്കെ പറഞ്ഞ് തരൂരിൻ്റെ പഴയ കുറേ വാഗ്ദാനങ്ങൾ, അതിൻ്റെ ട്രോളുകൾ നിറയുന്നുമുണ്ട്. മാത്രമല്ല തരൂരിന് 2014 ശേഷം കാര്യമായിട്ട് മണ്ഡലത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ വിഴിഞ്ഞം ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നുണ്ട്. ഇത് എല്ലാം അപ്പുറം ഈ തീരദേശത്തിൻ്റെ മനസ്സു കീഴടക്കാൻ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ BJP നടത്തുന്ന ശ്രമങ്ങൾ, പല ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ എത്ര കണ്ട് ഫലപ്പെടും എന്നത് ഈ വിജയത്തിൽ നിർണായകമാണ്. മാത്രമല്ല ഈ സഭകളെ സ്വാധീനിക്കേണ്ടിയിരിക്കുന്നു, പിന്നെ ഈ നാടാർ സമുദായത്തിന്റെ ഒരു പിന്തുണ, ഇതൊക്കെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിണഞ്ഞു കിടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് എന്തായാലും BJP ഇതിനകത്ത് ഓൾ ഔട്ട് പ്രചാരണമാണ് നടത്തുന്നത് അല്ലേ? ഇത്തവണ മണ്ഡലം പിടിക്കണം എന്നുള്ള ഒരു ശക്തമായ ഒരു രീതിയിലാണ്. സംഘടനാ സംവിധാനത്തിലും പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ആ സംഘടനാ സംവിധാനവും അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി തീരദേശത്ത് BJP നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുമോ എന്നൊരു പരിശോധന കൂടി നടത്താം. മടങ്ങി വരികയാണ് വിനോദ്, വീണ്ടുമുണ്ട്. വിനോദ്, നമുക്ക് തിരുവനന്തപുരത്തെ ഒരു അവസാന സമ്മപ്പിലേക്ക് എത്താം. അതിനു മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ ജനവിധിയിൽ കോസ്റ്റൽ മേഖല, തീരദേശത്തിൻ്റെ ജനവിധി തന്നെയാവും തിരുവനന്തപുരത്തിൻ്റെ പൊതു തീരുമാനമായി വരിക. അതൊരു തർക്കവുമില്ല അക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ BJPയും LDFും തരൂരുമൊക്കെ ഇത്തരം തന്ത്രങ്ങൾ നടത്തുക. BJP എന്തായാലും വലിയ കടന്നുകയറ്റത്തിന് ആ മേഖലയിൽ ശ്രമിക്കുന്നു. വിനോദ് സൂചിപ്പിച്ചതുപോലെ പലവട്ടം ഈ പൂവാറിലും തീരദേശത്തിൻ്റെ മറ്റ് മേഖലകളിലും എത്തി വലിയ പഠനങ്ങളും വലിയ അവകാശവാദങ്ങളും വികസന രേഖ പുറത്തിറക്കലും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ട്. പക്ഷേ പരമ്പരാഗതമായി വർഷങ്ങളായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന തീരദേശത്തിൻ്റെ മനസ്സിത്തവണ മാറി ചിന്തിക്കുമോ? ഈ BJPയുടെ പ്രചരണ സാധ്യതകൾക്കൊപ്പം അവിടെ അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കുന്നുണ്ടോ വിനോദ്? അവസാനം കാണാൻ കഴിയുന്നുണ്ടോ? സത്യം നമ്മൾ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ എങ്ങോട്ടേക്കുള്ള പോക്ക് അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ UDFന് കോവളത്ത് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു മണ്ഡലത്തിലാണ് വിജയിക്കാൻ കഴിഞ്ഞത്. മറ്റ് തീരദേശ മണ്ഡലങ്ങളെല്ലാം LDFനൊപ്പം നിന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ചും UDFനും LDFനുമായി പോകുമോ, അല്ലെങ്കിൽ അത് UDFൻ്റെ പാളയത്തിലേക്ക് മാത്രമായി വരുമോ? ക്രിസ്ത്യൻ വോട്ടുകൾ അത് കാലങ്ങളായി പാർലമെൻറ്റ് ഇലക്ഷനിൽ UDFനെ പിന്തുണയ്ക്കുന്നത് പോലെ UDFിലേക്ക് പോകുമോ? UDFിലേക്കും LDFിലേക്കും ഇപ്പോൾ BJP നടത്തുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു വിഹിതം വോട്ടുകൾ BJPയിലേക്ക് പോകുമോ എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. അതായത് ഈ വോട്ടുകൾ മുന്നണികൾ വിഭജിച്ചെടുക്കുമോ, അല്ലെങ്കിൽ ഒന്നാകെ കിട്ടുമോ? ഒന്നാകെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ശശി തരൂരിന് ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം അനുകൂലമായ സാഹചര്യം. ഇങ്ങനെ ആ വോട്ടുകൾ വലിയ തോതിൽ അപ്പാടെ UDFൻ്റെ പെട്ടിയിലേക്ക് പോയിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാകുമോ, അതോ ഈ മുന്നണികൾ ഇത് വീതം വയ്ക്കുമോ? അങ്ങനെ വന്നാൽ ഷെയർ ചെയ്ത് പോയാൽ ഏത് തരത്തിലുള്ള ഒരു വിധിയാകും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, നമ്മൾ തീരദേശം പറയുമ്പോൾ 2004 അതുകൊണ്ട് തന്നെയാണ് ഒരു ഉദാഹരണമായി എടുക്കുന്നത്. ഈ നഗര കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ തീരദേശം വിട്ടുള്ള മണ്ഡലങ്ങൾ, അതിൽ തീരദേശമുള്ള കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവട്ടെ, നിയമമാകട്ടെ, ആ നിലയ്ക്ക് തിരുവനന്തപുരം മണ്ഡലമാകട്ടെ, അവിടെയും തീരദേശമുള്ളതാണ്. ആ നിലയ്ക്ക് ഈ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയതാണ് 2014. അവിടെ ഈ 4 മണ്ഡലങ്ങളിൽ നേടിയ വോട്ടിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ, തീരദേശത്തു നിന്നുള്ള വോട്ടുകൾ കൂടി ലഭിച്ചാൽ അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമായി BJP കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോഴും UDF ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നത് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരുപക്ഷെ ഉണ്ടായേക്കില്ല. കുറച്ച് ഭൂരിപക്ഷത്തിൽ വ്യത്യാസമുണ്ടാവും. എങ്കിലും ശശി തരൂർ വിജയിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് UDF ക്യാമ്പ് വിലയിരുത്തുന്നത്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനാ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ അത് BJP ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. LDF ആ നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തൊട്ട് മുൻപ് നടന്ന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ അധികാര സ്ഥാനങ്ങൾ കിട്ടാത്ത ആളുകൾ, മണ്ഡലം കമ്മിറ്റിയുടെയൊക്കെയും മറ്റും തർക്കങ്ങൾ പലയിടങ്ങളിലും ഈ സ്ഥാനാർത്ഥി പ്രചരണം നടക്കുമ്പോൾ അണികൾ കൂട്ടം തിരിഞ്ഞ് അടികൂടുന്ന, തമ്മിലടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. കോവളത്ത് അത് കണ്ടതാണ്. അതുപോലെ മണ്ണന്തലയിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസവും ഈ തരത്തിൽ MG കോളേജിനടുത്ത് ഈ തരത്തിലുള്ള വിനോദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ശശി തരൂരിനെതിരെ മുമ്പും തിരുവനന്തപുരത്ത് വരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തുണ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറേയേറെ ആളുകളുടെ വോട്ടുകളായിരുന്നു. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഇത്തവണ. കോൺഗ്രസിൽ ആ പഴയ പ്രശ്നത്തെക്കാൾ ആ പ്രശ്നം ഇരട്ടിച്ചിട്ടുമുണ്ട് അല്ലേ? കാരണം ദേശീയ നേതൃത്വത്തിനെതിരെ തന്നെ ശശി തരൂർ രംഗത്ത്
രംഗത്ത് വന്ന സാഹചര്യത്തിൽ, അത് മാത്രമല്ല രമേശ് ചെന്നിത്തലയും ശശി തരൂരും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രചാരണത്തിൽ സജീവമാണ് അദ്ദേഹം, മാത്രമല്ല റോഡ് ഷോയിലും ഒക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിലും പ്രമുഖ നേതാക്കളുമായിട്ട് പലരുമായിട്ടും ശശി തരൂരിലുള്ള ബന്ധം മോശമാണ്. അപ്പോൾ അത് എത്രമാത്രം പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പുതിയ കാല PR എക്സസൈസുകളും സർവേ സാധ്യതകളും ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയ ആൾ തരൂരാണ്. തരൂർ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോഴാണ് ആദ്യമായി ഇത്തരം ഒരു ടീമും ഇത്തരം ഒരു സംവിധാനവും രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം നമ്മൾ കണ്ടതും ചെയ്തത്. പക്ഷേ ഇത്തവണ ബാംഗ്ലൂരിൽ നിന്ന് നിയന്ത്രിക്കുന്ന മറ്റൊരു സംവിധാനം ഉണ്ട് എന്നത് തരൂരിന്റെ വെല്ലുവിളിയാണ്. പക്ഷേ ആ സംവിധാനം ഇപ്പോഴല്ല പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നുള്ളതാണെങ്കിൽ അത് പിന്നീട് ഇപ്പോൾ ഈ പുറത്തറിയുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് ഇത് കണക്കുകൂട്ടൽ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നത്. അതിപ്പോൾ പ്രകടമായി കഴിഞ്ഞുവല്ലോ അല്ലേ? ആ ഒരു സംവിധാനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതാണല്ലോ ഈ പൊഴിയൂരൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടിയൊക്കെ എന്താണ് താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുന്നു അല്ലേ? അത്തരത്തിലുള്ള പ്രചാരണത്തെ ഈ നൂതന തന്ത്രങ്ങൾ അദ്ദേഹം പരീക്ഷിക്കുകയാണ്. തരൂരിന് പക്ഷേ ആ ഒരു അന്നത്തെ ഒരു കരിസ്മ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ഇല്ലേ? തരൂരിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട, പക്ഷേ എന്നാലും ആ പഴയ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യം. തരൂരിന്റെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അതിന് ഒരു പടി മുകളിൽ നിൽക്കുന്ന തന്ത്രങ്ങളോ രാജീവ് ചന്ദ്രശേഖർ ഇറക്കുന്നു എന്നതാണ് തരൂരിന് മുന്നിലുണ്ടാക്കുന്ന. തരൂരിന് അത് ഗുണകരമാക്കി മാറ്റാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ BJP ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഏത് ബെൽറ്റിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കോസ്റ്റൽ ബെൽറ്റാണ്. അത് അത്ര കണ്ട് അടർത്തിയെടുക്കാൻ പറ്റുമോ എന്നതാണ്. ശശി തരൂരിന് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം അത് കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ബെൽറ്റ് ആയിരുന്നു അല്ലേ? പിന്നെ ടെക്കി വോട്ടുകൾ, നഗരവൽകൃത വോട്ടുകൾ അത് തരൂരിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ ഈ 4 മണ്ഡലങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അത്ര കണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം ആ വോട്ടുകൾ ഉറപ്പിച്ച രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അല്ലേ? ആ BJP വോട്ടുകൾ. അതെ, തിരുവനന്തപുരത്ത് തീരുമാനമെടുക്കാൻ പോകുന്നത് തീരദേശമായിരിക്കും എന്നതിൽ ഉറപ്പമാണ്. അതുകൊണ്ടാണ് അവരെ സ്വാധീനിക്കാൻ ആ ശ്രമങ്ങൾ നടക്കുന്നതെന്ന് കരുതാം. ലത്തീൻ സഭ ഇതുവരെയും തിരുവനന്തപുരം അതിരൂപത ഒരു നിലപാടെടുത്തില്ല. അത് ഇനി തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്ന ദിവസങ്ങൾ എത്ര നിലപാട്. CSI സഭയും അതുപോലെ തന്നെയാണ്. അവർ ഇന്ന ആൾക്കൊന്നും അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ലല്ലോ, സമദൂരം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഈ അവസാന ദിവസത്തെ സൂചനകളും പിന്നെ ഏത് രീതിയിലാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്ന അതെല്ലാം കണ്ടറിഞ്ഞായിരിക്കും. വരും ദിവസങ്ങൾ എന്തായാലും നിർണായകമാണ്. ഈ 4 ദിവസവും പിന്നെ വ്യാഴാഴ്ചയും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്താണ് ഈ പിന്തുണ നേടിയെടുക്കുന്നതിനുള്ള അല്ലേ?